മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്തയായ ഭരതനാട്യം നർത്തകിയും നൃത്ത അധ്യാപികയുമാണ് അമ്മു ഔസേപ്പച്ചൻ. അമ്മു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശിവം 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 മൂന്നര വയസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ 10 വയസ്സാവാണ്ട് എന്തായാലും നമ്മൾ അരങ്ങേറ്റത്തിനെ കുറിച്ച് പോയിട്ട് ഭരതനാട്യം ഒരു ഇനം നന്നായി പഠിക്കുന്ന പ്രസന്റ് ചെയ്യുന്നൊരു കാര്യം ചിന്തിക്കുകയേ വേണ്ട. നൃത്തം എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. നൃത്തം എന്ന് പറയുന്നത് ഒരു എക്സർസൈസാണ്. നൃത്തം എന്ന് പറയുന്നത് ഒരു ദൈവികതയാണ്. ഒരേ സമയം കൈ ഇവിടെ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ബോഡിയുടെ ഒരു സ്ട്രക്ചർ വേറൊരു പൊസിഷനിങ് ആയിരിക്കും. ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ തലയെടുത്ത് പിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അതിൽ തന്നെ കണ്ണ് വരെ ആയിരിക്കും, അവിടെ കൊടുക്കുന്ന നെക്കിൻ്റെ മൂവ്മെൻറ്റ്സ് വരെ ആയിരിക്കും, അതിൽ കൊടുത്തതിന് ചിലപ്പോൾ ചിരിയായിരിക്കാം, ചിലപ്പോൾ അത് ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം. ഇത്രയും സാധനം ഒറ്റൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു താളത്തിൽ പെട്ടെന്നത് ചെയ്യണമെങ്കിൽ ആ ഒരാളെ എത്രയോ ശ്രദ്ധിക്കണം. നന്നായി പഠിപ്പിക്കണമെങ്കിൽ കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കാൻ കമ്പൽ ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്പൽ ചെയ്ത് കഴിയുമ്പോൾ അവരെ കൈക്കും കാലിനും ഭയങ്കര വേദന വരും. അപ്പം തന്നെ ആർട്ടിനെ അവരവിടെ വെറുത്തു പോകും. നാട്യശാസ്ത്രമാണ് നൃത്തത്തിൻ്റെ ഏറ്റവും ഹോളി ടെക്സ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അതിലെവിടെയും തന്നെ ഈ പ്രായത്തിലേ കളിക്കാൻ പാടുള്ളൂ, ഈ പ്രായത്തിലേ പഠിക്കാൻ പാടുള്ളൂ, ഈ പ്രായത്തിൽ ഈ നൃത്തം പഠിക്കൽ നിർത്തിയിട്ടുണ്ടാവണം എന്ന് എഴുതിയിട്ടില്ല. എൻ്റെ ഏറ്റവും നല്ലൊരു സീനിയർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എല്ലാവരും വിചാരിക്കുക എൻ്റെ അമ്മ ചെറുപ്പത്തിലേ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന്. ആൾ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഭരതനാട്യം അങ്ങനെ ശാസ്ത്രീയമായ ഒരു നൃത്തം ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നത് എൻ്റെ അടുത്താണ്. നല്ലൊരു ഡാൻസറിനെ സംബന്ധിച്ച് നല്ലൊരു അടിത്തറയുള്ളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. നല്ലൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ച് നന്നായിട്ട് ഡാൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ നന്നായി അത് ശ്രദ്ധിച്ചാണ് ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അവർക്കൊരു വിഷയം പഠിക്കാനായിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ ഏതാണ്ട് സെറ്റാവും. 10ാം ക്ലാസ് വരുമ്പോൾ നിർത്തുന്നത് എനിക്ക് കുറേ മനസ്സിലായിട്ടുള്ളത്, ഡാൻസ് പഠിക്കുന്നതിൽ നിന്ന് പാരൻസിനല്ല പ്രശ്നം, കസിൻസിനെയും നാട്ടുകാരെയും പേടിച്ചിട്ടാണ് പലരും പറയുന്നൊരു കാരണമാണ്. ഇനിയും ഡാൻസ് കൊണ്ടു നടന്ന ആൾക്കാർ പറയും ഇങ്ങനെ തുള്ളിക്കാൻ കൊണ്ടേ നടന്നോ, മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ കാണാം എന്ന് പറയും. എന്തൊക്കെയാണ് അമ്മ വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായി പോകുന്നു. ക്ലാസ്സുകളും സദർ അക്കാഡമിയുടെ ക്ലാസ്സുകളും എല്ലാമായിട്ട് ഇങ്ങനെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രാക്ടീസിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു. വരുന്ന മെയിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, സദരോത്സവം. ഞങ്ങളുടെ അക്കാഡമിയുടെ പേര് സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗ എന്നാണ്. ആ അക്കാഡമിയുടെ പേരിട്ടിട്ട് അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എന്താണ് ഈ സദർ എന്നുള്ളത്. മുഖത്ത് കണ്ടു. സദർ എന്ന് പറയുന്നത് ചതുരം എന്നാണ് ആ വേർഡ് മീനിങ്. സദറിന് ഈ ഭരതനാട്യമായിട്ട് മറ്റൊരു ബന്ധം, ഏറ്റവും വലിയ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദർ നൃത്തം, സദർ നാട്യം, സദറാട്ടം എന്നുള്ള പേരുകൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. സദറാട്ടം, സദർനാട്യം. ഭരതനാട്യത്തിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള പേരാണ് സദറാട്ടം എന്നുള്ളത്. ഇത് തമിഴ് കോർട്ടിൽ ഡെവലപ്പ് ചെയ്തതാണ് ഭരതനാട്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ അപ്പോൾ അന്ന് ഈ തമിഴ് മക്കൾ ഒരു ഡാൻസിൻ്റെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പ്രൊസഷൻ ഇറങ്ങി കഴിയുമ്പോൾ ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു നൃത്തം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ അകത്ത് നിന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും നോക്കിക്കോ, സ്റ്റേജിന് ഒരു സ്ക്വയർ ഷേപ്പ് ഓരോ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. മേ ബി സെമി റൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ നമ്മളൊരു ചതുരമാണ് കാണുന്നത്. അന്ന് ഉറപ്പായിട്ടും ഒരു ചതുരം ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിടും ഒരു നർത്തകിക്ക് അല്ലെങ്കിൽ ഒരു നൃത്തം അവതരിപ്പിക്കാനായിട്ട്. സോ ആ ചതുരത്തിനെ തമിഴിലായാലും തെലുഗുവിലായാലും ഭരതനാട്യത്തിന് ഭരതനാട്യം എന്ന് പറയുന്ന ആർട്ട് ഫോം
തമിഴ് തെലുഗു ലാംഗ്വേജുകളിലാണ് ഡെവലപ്പായത്. ഇന്നത്തെ തമിഴ്നാടല്ല, അന്നത്തെ തമിഴ് കോർട്ടിലാണ് ഭരതനാട്യം ഡെവലപ്പായത്. ഒരു കോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഭരതനാട്യം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആദ്യത്തെ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്ന ഒരു നൃത്തം ഉടലെടുത്തത്. സോ അന്ന് ആ സ്ക്വയർ, തമിഴിലും തെലുഗിലും സദിർ എന്ന് പറഞ്ഞാൽ ചതുരം എന്നാണ് അർത്ഥം. സോ ചതുരത്തിൻ്റെ അകത്ത് നിന്ന് കളിച്ച നൃത്തത്തിനെ, ആട്ടത്തിനെ തമിഴ് മക്കൾ അല്ലെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ സിമ്പിളായിട്ട് പേരിട്ടു സദിർ ആട്ടം. പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആട്ടം എന്നുള്ളതിനെ ഒന്നും കൂടി മാറ്റി സദിർ നാട്യം എന്നൊരു ടേം പിന്നീട് വന്നു. സോ നമ്മളും ആ സദിർ അക്കാഡമി എന്ന് പറയുന്നത് ഇന്നും വളരെയേറെ ട്രഡീഷണലായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യൂ, ഒരു വിഷനാണ് എനിക്കുള്ളത്. ആ പഴയ ഗുരുകുല സമ്പ്രദായവും ആ ഒരു നമ്മളുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കണം. അതെല്ലാത്തിലും, ഒരു വാക്കിലായാലും ഒരു നോട്ടത്തിലായാലും ഒരു ഡ്രസ്സിങ്ങിലായാലും നമ്മളുടെ ഒരു പ്രസൻറ്റേഷനിലായാലും ആ ഒരു എന്താ പറയുക, ഒരു പാരമ്പര്യ തനിമ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഒരു അക്കാഡമി എന്നൊരു സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഭരതനാട്യത്തിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു പേരിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു പ്രിഫിക്സ് എടുത്തു, സദിർ അക്കാഡമി ഫോർ നാട്യ എന്ന് പറയുന്ന നൃത്തത്തിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് നാട്യ. രാഗ എന്ന് പറയുന്നത് മ്യൂസിക്കിനെ ഈ പറഞ്ഞതുപോലെ നമ്മളൊന്ന് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ പറയുന്നതാണ് രാഗ എന്നുള്ളത്. സോ അത് ഫുള്ളായിട്ടൊരു ട്രഡീഷനാണ്. സദിർ അക്കാഡമിയുടെ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിന് ഞങ്ങൾക്കതൊരു ഉത്സവമാണ് ആ ഒരു ആനുവൽ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ആ അക്കാഡമിയുടെ പേരെടുത്ത് സദിരോത്സവം എന്നൊരു പേരിട്ടു. സോ ഞങ്ങളിപ്പോൾ സദിരോത്സവത്തിൻ്റെ ഒരു പ്രാക്ടീസിലാണ് ഞാനും എൻ്റെ കുട്ടികളും ഉള്ളത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാക്ടീസ് സെഷൻ ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിനുള്ളത്. അതുകൊണ്ട് 6 മാസത്തിലൊന്നും പ്രോഗ്രാം നടക്കില്ല. ഓൾട്ടർനേറ്റീവായിട്ട് 1.5 വർഷങ്ങളിലാണ് സദിരോത്സവം നടക്കാറുള്ളത്. അപ്പൊ അതാണ് വിഷയം. ഈ സദിറിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ചരിത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സദിർ ഒരു എന്തോ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു പേരായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും താങ്ക് യു അമ്മു, ഒരു പുതിയ അറിവാണ്. അമ്മു ഏത് പ്രായത്തിലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? എനിക്കൊരു 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയത്. അമ്മയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പെൺകുട്ടി ഉണ്ടാകണം എന്ന് അമ്മ ആഗ്രഹിച്ചു. ആ പെൺകുട്ടി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരിക്കണം എന്ന് ഉറപ്പായിട്ടും തീരുമാനിച്ചു. അപ്പനെ സംബന്ധിച്ച് ആ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്ത് നിന്നത്, അപ്പൻ പെൺകുട്ടികളാവുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട്, കുറച്ച് ബോഡി ഷേപ്പിൽ, വലിയ വണ്ണം ഇല്ലാണ്ട്, ഞാൻ കുറച്ച് ചബ്ബി ടൈപ്പ് ആളായിരുന്നു ജനിച്ചപ്പോൾ. ഇപ്പോഴും അങ്ങനെ അല്ല, മെലിഞ്ഞ ആളാന്നല്ല, പക്ഷേ എൻ്റെ അപ്പൻ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. കുറച്ച് ഹെൽത്തി ആയിട്ട്, കുറച്ച് ബോഡി ഷേപ്പിലൊക്കെ ഉണ്ടാവണം, ഭയങ്കര ഫാറ്റി ആയിട്ട് ഉണ്ടാവരുതെന്ന് വെച്ച് ആ ഒരു കൺസെപ്റ്റ് അപ്പനുള്ളത് കൊണ്ട് ഈ രണ്ടും കൂടി ചേർന്നപ്പോൾ എന്നെ 4 വയസ്സുള്ളപ്പോൾ തന്നെ എന്നെ ഡാൻസിനങ്ങ് കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇത്രയും ഈ വർഷം ഒരു 32 വർഷം, കാര്യം പ്രായം പുറത്താവും എന്നാൽ കൂടിയും കുഴപ്പമില്ല, 32 വർഷമായിട്ട് ഞാൻ ഈ ഭരതനാട്യത്തിൽ, ഈ നൃത്തത്തിൽ തന്നെ, ഭരതനാട്യമാണ് സ്പെഷ്യലൈസ് ചെയ്തത്. പക്ഷെ എന്ന് വിചാരിച്ച് മോഹിനിയാട്ടവും കളിക്കും, കുച്ചിപ്പുടിയും കളിക്കും. കേരളത്തിലെ ഒരു കലോത്സവ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫോക്ക് ഡാൻസും കളിക്കും, എല്ലാം കളിക്കും. പക്ഷെ എനിക്കും കളിക്കാൻ ഏറ്റവും കൂടുതൽ, നമ്മൾ പറയില്ലേ, നമുക്കൊരു ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് സംഭവിക്കുന്നത് നമ്മൾ പോലും അറിയാണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്ന പോലെ ഡാൻസിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരതനാട്യം പ്രസൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ 4 വയസ്സ് മുതൽ ഇന്ന് ഈ സമയം വരെ നൃത്തം ഇത്രയും വർഷമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മ അതുപോലെ തന്നെ അമ്മ കലാക്ഷേത്രയിലാണ് അല്ലേ, ചെന്നൈ അവിടെയാണ്? കലാക്ഷേത്രയല്ല, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കലാക്ഷേത്രയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അക്കാഡമി. ഭരതനാട്യത്തിന്, ആർട്സിന്, കലാക്ഷേത്ര, ഭരതനാട്യത്തിന്, എസ്പെഷ്യലി ഭരതനാട്യത്തിന് വേൾഡ് വൈഡ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കലാക്ഷേത്ര തന്നെയാണ്. പക്ഷെ അവിടെ ഡിപ്ലോമ കോഴ്സാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി നമുക്ക് കലാക്ഷേത്രയിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അറിയാത്തവർ വിചാരിക്കും കലാക്ഷേത്രയിലൊക്കെ ഒരു ഡാൻസിൻ്റെ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ഡാൻസൊക്കെ ആരാ പഠിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷെ അത് സാധാരണക്കാർ വെറുതെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. ഒരു 5-6 ദിവസം കൊണ്ട് എത്രയോ, എനിക്ക് തോന്നുന്നു ഞാൻ പോയ അന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു ദിവസം, ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ദിവസം തന്നെ ഒരു 60-70 പേര് വന്നിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ.
അങ്ങനെ 5-6 ദിവസം കൊണ്ട് അപ്പം എത്രയോ കുട്ടികൾ വരുന്നുണ്ട്. ആകെ 20-30 സീറ്റായിട്ടേ ഉള്ളൂ. ഈ ഒരു ഇത്രയും ലിമിറ്റഡ് സീറ്റിലേക്കാണ് ഇത്രയും ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ഇത്രയും കുട്ടികളിൽ നിന്ന് വന്നത്. എനിക്ക് അന്ന് ആ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മുടെ ലീല സാംസൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട്. മാം ആയിരുന്നു ആ സമയത്ത് കലാക്ഷേത്രയുടെ പ്രിൻസിപ്പൾ. ലീല സാംസണാണ് മാമാണ് ഇൻ്റർവ്യൂ ചെയ്തത്. എനിക്ക് അന്ന് ഇത് കിട്ടിയതുമാണ്. ഇൻ്റർവ്യൂവിൽ എന്നെ അവർ സെലക്ട് ചെയ്തതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ അപ്പൻ അവിടെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഡിപ്ലോമയാണ് ഇപ്പോഴും എന്ന് അറിയണ്ടായിരുന്നില്ല, ഡിഗ്രി കോഴ്സ് ചെയ്യാനാണ് താല്പര്യമുള്ളത്, അതുകൊണ്ട് ഞങ്ങളിവിടെ കണ്ടിന്യൂ കലാക്ഷേത്രയുടെ കോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA ഭരതനാട്യം ചെയ്യാനാണ് പോയത്. പക്ഷേ ഈ +2 കഴിഞ്ഞപ്പോഴാണ് BA ഭരതനാട്യം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കലാക്ഷേത്ര പോയത്. പക്ഷേ അവിടെ അത് BA ഇല്ല, ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തിരിച്ച് വന്ന് BA ഭരതനാട്യം സെൻറ്റ് തെരേസസിൽ ചെയ്തു, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻറ്റ് തെരേസസിൽ ചെയ്തു, MA ഭരതനാട്യം മദ്രാസ് യൂണിവേഴ്സിറ്റി ചെയ്തു. ഓക്കെ അമ്മോ. അപ്പോൾ വലിയൊരു നൃത്തത്തിനെ സംബന്ധിച്ച് വലിയൊരു യാത്രയായിരുന്നു അല്ലേ? ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് അമ്മ ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ കൊണ്ടു നടക്കുകയാണ്. അതെ, നൃത്തം ജീവൻ പോലെ, ജീവശ്വാസം പോലെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഓക്കെ അമ്മ, അമ്മുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം അമ്മ ധാരാളം കുട്ടികളെ അമ്മുവിൻ്റെ അടുത്ത്, കുട്ടികളും മുതിർന്നവരും എല്ലാം അമ്മുവിൻ്റെ അടുത്ത് നൃത്തം അഭ്യസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ, ആരംഭം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണ്? അത് ഉറപ്പായിട്ടും അവർ നടന്ന് തുടങ്ങി അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ഏറ്റവും ചെറുപ്പം എന്ന് പറയുന്നൊരു സമയമുണ്ട്. എനിക്കൊരു 3.5 വയസ്സ് മുതലുള്ള കുട്ടികൾ എൻ്റെ അക്കാഡമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്, അത് എൻ്റെ ഒരു സിസ്റ്റമാണ്, ഒരു പക്ഷേ എല്ലാവർക്കും ഈ സിസ്റ്റം ആയിരിക്കില്ല ഡാൻസിൽ ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ സദർ അക്കാഡമിയുടെ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അഡ്മിഷൻ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഏറ്റവും ചെറിയ പ്രായത്തിൽ നിങ്ങൾ കൊണ്ടുപോരെ എന്ന് തന്നെ പറയും. കാര്യം ആ സമയത്ത് ഭയങ്കര ഒബ്സർവേഷനാണ് കുട്ടികൾക്ക്. ഈ ജെൻ സിയും ആൽഫയും ബീറ്റയും ഈ വക ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഫോണിലേക്ക് എന്നുള്ള പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട്, അങ്ങനൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു അഡിക്ഷൻ വളരെ ചെറുപ്പത്തിൽ ഉണ്ടാവില്ല, പോകെ അപ്പോൾ ചെറിയ ഒരു കുഞ്ഞു വാവനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചെറിയൊരു കുട്ടീനെ, ഒരു 3.5 വയസ്സുള്ള ഒരു കൊച്ചിനെ സംബന്ധിച്ച് ഒബ്സർവേഷൻ ഭയങ്കരമായിരിക്കും. അവരെല്ലാം നന്നായി ശ്രദ്ധിക്കും, അവരധികം ചിലപ്പോൾ സംസാരിച്ചാലും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവേഷൻ അവർ പോലും അറിയാണ്ട് അവരുടെ ബ്രെയിനിൽ ഫീഡായിക്കൊണ്ടിരിക്കും. സോ ആ ഏറ്റവും ചെറിയ പ്രായമാണ് നൃത്തം കണ്ടു തുടങ്ങുന്നത് പോലും. അതൊരു നല്ലൊരു ക്ലാസ്സും കൂടിയാണെങ്കിൽ അവരങ്ങനെ ഒബ്സർവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിലുള്ളൊരു പാരൻസ് മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഇത്രയും ചെറുപ്പത്തിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് സദറിൽ നമ്മൾ ഒരിക്കലും വരുമ്പോൾ തന്നെ തട്ടടവല്ല പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് ഭരതനാട്യത്തിൻ്റെ. അതിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഭരതനാട്യത്തിൻ്റെ ആണെങ്കിൽ കൂടിയും പോസ്റ്റർ കറക്ഷൻ, പോസ്റ്റേഴ്സ് പഠിപ്പിക്കൽ, ഓർ മണ്ഡലങ്ങൾ, ഭരതനാട്യത്തിൻ്റെ ബേസിക് മണ്ഡലങ്ങൾ പഠിപ്പിക്കൽ, അതപ്പോൾ ഓരോരോ എക്സസൈസ് പോലെയാണ്, അരമണ്ഡലവും മുഴുമണ്ഡലം, അങ്ങനെ ഓരോ പോസ്റ്റേഴ്സ് പഠിപ്പിക്കൽ. പിന്നെ ഒരു സെമി ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് ഫോക്കലോറാണ് ഞാൻ കുട്ടികൾക്ക് സെലക്ട് ചെയ്യുന്ന ഇനങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചൊരു ഫോക്ക് ടച്ചുള്ള ഇനങ്ങളാണ് ചൂസ് ചെയ്യുന്നത്, ഭരതനാട്യ ഇനങ്ങളല്ല അവരുടെ സിലബസ് ഐറ്റം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് വർഷം, ഒരു 4 ഇപ്പം 3.5 വയസ്സുള്ളൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 7 വയസ്സ് വരെ ആ കുട്ടി ആ ഒരു ബാച്ചിലാണ് ഉള്ളത്. ഒരു 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ കൈക്കും കാലിനൊക്കെ ഒരു ബലം വരണ്ടേ? ഭരതനാട്യം എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം അല്ല. നന്നായി ചെയ്യണമെങ്കിൽ അത്യാവശ്യം കൈക്കും കാലിനൊക്കെ നല്ലൊരു ബലം ഉണ്ടാവണം. അതിനാദ്യമേ ആ കുട്ടികളിലൊരു ഇൻട്രസ്റ്റ് വരണം, ഒരു ഡാൻസിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വരണം, അവരുടെ പോസ്റ്റർ കറക്റ്റ് ആവണം. നേരെ കയറി തട്ടടവ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, തട്ടടവ് എന്നൊക്കെ പറയുന്നത് ഒന്നാമത് അരമണ്ഡലം എന്ന് പറയുന്ന പൊസിഷൻ ഒരു ഇച്ചിരി ഹെവി തന്നെയാണ്. അതിലിരുന്ന് കാലും മടക്കി തട്ടണം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് തുടക്കത്തിൽ തന്നെ അതൊരു ഭയങ്കര നന്നായി പഠിപ്പിക്കണമെങ്കിൽ കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കാൻ കമ്പൽ ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്പൽ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കൈക്കും കാലിനും ഭയങ്കര വേദന വരും. അപ്പം തന്നെ ആർട്ടിനെ അവരവിടെ വെറുത്ത് പോകും. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് വിട്ട് കളഞ്ഞാൽ മാത്രമാണ് ഈ 3, 4, 5 വയസ്സുള്ള ഒരു കൊച്ചിനെ ഭരതനാട്യം പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ബേസ്മെൻറ്റ് കൊടുത്ത് ഒരു ഇച്ചിരി സമയം കൊടുത്തോട്ടെ, കുട്ടികൾ പെട്ടെന്ന് ഭരതനാട്യം പഠിച്ച് പെട്ടെന്ന് അരങ്ങേറ്റം നടത്തിയിട്ട്, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് അങ്ങനെയൊന്നും തന്നെ കിട്ടാനില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ഡാൻസ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം കുട്ടികൾ.
അവിടെ കാണണം. അപ്പം ആദ്യമൊക്കെ ഒരു 3.5 വയസ്സുള്ള കുട്ടീനെ നമ്മൾ ചെയ്യുന്നൊരു സിസ്റ്റം ക്ലാസ്സിൽ ഇരുത്തുവാണ്. പിന്നെ ഞാൻ അവരെ കൺട്രോൾ ചെയ്യാൻ നിൽക്കില്ല. അവർ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ചിലപ്പോൾ കുറച്ച് ക്ലാസ്, ഒരു 3-4 ക്ലാസ് കഴിയുമ്പോൾ അവരായിട്ട് ആ ക്ലാസ്സിലേക്ക് കയറി നിൽക്കും. അവരായിട്ട് ഈ ചേച്ചിമാരുടെ കാലമൊക്കെ നോക്കി അല്ലെങ്കിൽ കൈയൊക്കെ നോക്കി അവരെന്നെ കൈ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മുൻപിൽ നിന്ന് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിള്ളേർ ചെറിയ കുട്ടികളുടെ ബാച്ചിൽ ഫ്രണ്ടിൽ ഞാൻ നിന്ന് കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേർ എന്നെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ കൈ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അവരാ ഇൻട്രസ്റ്റ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ഒരു ഫ്രീഡത്തിന് വിടും. അങ്ങനെ ആയി കഴിയുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് വന്ന് തനിയെ അവർ നന്നായി കളിക്കാൻ തുടങ്ങും. അത് ശരിക്കും ഇഷ്ടത്തോടെ പഠിക്കാൻ തുടങ്ങും അല്ലേ, ആരും കമ്പൽ ചെയ്യാതെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഡാൻസ് പഠിപ്പിക്കാനാകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് 3.5 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ ദക്ഷിണ വെച്ച് തുടങ്ങി ഒരു 8 മാസം ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അരങ്ങേറ്റമൊക്കെ നടത്തുന്ന കാണാം. അപ്പോൾ ഇതുപോലെ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്നൊന്നും നമുക്ക് അരങ്ങേറ്റം നടത്താൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഒരു ഏകദേശം എത്ര വർഷം എടുക്കും ഒരു കുഞ്ഞിനെ? 3.5 വയസ്സിൽ തുടങ്ങി ഒരു 7 വയസ്സ് വരെ നന്നായി ഒരു ബേസ്മെന്റ് ഒക്കെ പഠിച്ച് സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് ഒരു 7ാമത്തെ വയസ്സ് മുതൽ ഭരതനാട്യത്തിന്റെ അടവുകൾ പഠിച്ച് അതിന്റെ ഇനങ്ങൾ പഠിച്ച് വരുമ്പോൾ എങ്ങനെ പോലും ഒരു മിനിമം 3.5 വയസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ 10 വയസ്സാവാണ്ട് എന്തായാലും നമ്മൾ അരങ്ങേറ്റത്തിനെ കുറിച്ച് പോയിട്ട് ഭരതനാട്യം ഒരു ഇനം നന്നായി പഠിക്കുന്ന പ്രസന്റ് ചെയ്യുന്നൊരു കാര്യം ചിന്തിക്കേ വേണ്ട. 3.5 വയസ്സിൽ തുടങ്ങിയാൽ ഇനി 7 വയസ്സിലോ 8 വയസ്സിലോ വന്ന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ ഇതെല്ലാം തന്നെ ഒരു കുട്ടിയുടെ ഒരു പ്രാക്ടീസിനെ ബേസ് ചെയ്തിരിക്കും. എല്ലാം നമുക്കൊന്നും ഒരു പ്രായം വെച്ച് 100% പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മളെങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മളെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, അതനുസരിച്ച് കയറി വരും. ചിലവർ നമ്മൾ കേട്ടിട്ടില്ലേ, ഭയങ്കര കഴിവുള്ള കുട്ടികളുണ്ടാവാം, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും. ഈ 2 ആൾക്കാരും കയറി വരും. തീരെ പ്രാക്ടീസ് ഇല്ല, കഴിവിനേക്കാൾ കൂടുതൽ തീരെ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു ടീച്ചർ പിന്നാലെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട വരും. അപ്പോൾ കുറേയും കൂടി വർഷങ്ങളെടുക്കും നീറ്റായിട്ട് അരങ്ങേറ്റം ചെയ്യാൻ. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലോ ഒക്കെ അരങ്ങേറ്റം നടത്തുമ്പോൾ ധാരാളം കുട്ടികളുണ്ടാകും. ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് കയറുന്നു, തീരെ ചെറിയ കുട്ടികളൊക്കെ അരങ്ങേറ്റം നടത്തുന്നത് കാണാം. ചിലപ്പോൾ അതിൽ 10 പേരുണ്ടെങ്കിൽ 10 തരത്തിലായിരിക്കും അവർ സ്റ്റെപ്പുകളൊക്കെ എടുക്കുക, പക്ഷേ എങ്കിലും നടത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കുട്ടികൾ ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നിരിക്കുക, 3 വയസ്സിലൊക്കെ ഡാൻസ് ആരംഭിച്ച കുട്ടി ഒരു 8-9 ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ, അതായത് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും പേരൻസ് പറയും ഇനി ഡാൻസൊക്കെ നിർത്തിക്കോ, ഇനി പഠിക്കണം, ബോർഡ് എക്സാം ഒക്കെ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് നിർത്തുക എന്ന് പറയും. സത്യത്തിൽ ഒരു കുട്ടി നൃത്തം അഭ്യസിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുമെന്ന് അമ്മന് തോന്നിയിട്ടുണ്ടോ? ശ്രദ്ധ കൂടുകയാണ് ചെയ്യുന്നത്. പബ്ലിക്കിന് ഒരിക്കലും ഈ നൃത്തം എന്ന് പറയുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയോ അത് ബ്രെയിനിനെ സ്വാധീനിക്കുന്ന ഒരു അളവോ അറിയില്ല. ഡാൻസിൻ്റെ ആ ഒരു നല്ല ഗുണങ്ങൾ പബ്ലിക്കിന് അത്ര അറിയില്ല. അറിയാമെങ്കിൽ അങ്ങനെ നൃത്തം നിർത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റെഗുലർ പ്രാക്ടീസാണ്. കുട്ടികളെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ്, ചിലപ്പോൾ 1 മണിക്കൂറുള്ള ക്ലാസ്, എന്ത് തന്നെയായാലും അത്രയും സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ഒരു ഇനം ചെയ്യുമ്പോൾ അത്രയും ബ്ലഡ് സർക്കുലേഷനാണ് നടക്കുന്നത്. ആ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ട് എന്ത് പഠനമാണ് അവരുടെ മോശമായി പോകാൻ സാധ്യതയുള്ളത്? ആഴ്ചയിലെ ഒരു ദിവസത്തെ ക്ലാസ്സോ അതും 1.5 മണിക്കൂറോ 2 മണിക്കൂറോ മാക്സിമം ഉള്ളൊരു ക്ലാസ്സിൽ നിന്ന് എന്താണ് കുറയാൻ പോകുന്നത്? ഒന്നും കുറയാൻ പോകുന്നില്ല. പോരാത്തതിന് ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരിയേറെ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. ഒരു ഡാൻസ് കളിക്കണമെങ്കിൽ ഏതൊരു ആർട്ട് ഫോമും, ഞാനിപ്പോൾ എൻ്റെ വിഷയം ഡാൻസ് ആയതുകൊണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ശ്രദ്ധ വേണം. കാര്യം ഒരേ സമയം മൾട്ടി ടാസ്കിങ് എന്ന് പറയും ഡാൻസിനെ, പെട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ. ഒരേ സമയം കൈ ഇവിടെ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ബോഡിയുടെ ഒരു സ്ട്രക്ചർ വേറൊരു പൊസിഷനിങ് ആയിരിക്കും. ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ തലയെടുത്ത് പിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അതിൽ തന്നെ കണ്ണ് വരെ ആയിരിക്കും, അവിടെ കൊടുക്കുന്ന നെക്കിൻ്റെ മൂവ്മെൻറ്റ്സ് വരെ ആയിരിക്കും, അതിൽ കൊടുത്തതിന് ചിലപ്പോൾ ചിരിയായിരിക്കാം, ചിലപ്പോൾ അത് ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം. ഇത്രയും സാധനം ഒറ്റൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു താളത്തിൽ പെട്ടെന്നത് ചെയ്യണമെങ്കിൽ ആ ഒരാൾ എത്രയോ ശ്രദ്ധിക്കണം. ഒരേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത്. ഒറ്റ കാര്യമല്ല, പല കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നല്ലൊരു ഡാൻസറിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അത് അവിടെ ബ്രെയിൻ ഫീഡ് ചെയ്യും. അതാണ് ഒരു ഡാൻസറിൻ്റെ ക്വാളിറ്റി. അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഡാൻസിനെ ഈ 10ാം ക്ലാസ് വരുമ്പോൾ നിർത്തുന്നത് എനിക്ക് കുറേ മനസ്സിലായിട്ടുള്ളത്, ഡാൻസ് പഠിക്കുന്നതിൽ നിന്ന് പാരൻസിനല്ല പ്രശ്നം,
കസിൻസിനെയും നാട്ടുകാരെയും പേടിച്ചിട്ടാണ് പലരും പറയുന്നൊരു കാരണമാണ്. ഇനിയും ഡാൻസ് കൊണ്ടു നടന്ന ആൾക്കാർ പറയും ഇങ്ങനെ തുള്ളിക്കാൻ കൊണ്ടേ നടന്നോ, മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ കാണാം എന്ന് പറയും. ഈ ഡാൻസ് കൊണ്ടേ നടക്കുന്നത് കൊണ്ട് മാർക്ക് കുറയും എന്നുള്ളൊരു പേടിയൊന്നും ഇത്രയും വർഷമായിട്ട് പഠിപ്പിച്ചണം ബുദ്ധിയുള്ള പാരൻസിന് ഇല്ല. പക്ഷേ നാട്ടുകാർ പറയും ഈ കൊച്ചിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ 100-ൽ 100 കിട്ടിയെന്ന് വരില്ല, 1 മാർക്ക് കുറഞ്ഞാൽ പോലും കേൾക്കുന്നവർ പറയും അതൊരു കാരണമാണ്. ആ 1 മാർക്ക് കുറഞ്ഞത് ഡാൻസ് കൊണ്ടു നടന്നത് കൊണ്ടാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മളുടെ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്തിനാണ് മറ്റുള്ളവരെ പേടിച്ച്? അവർക്കതിൻ്റെ ക്വാളിറ്റി അറിയില്ല. നമ്മൾ വേണമെങ്കിൽ കാര്യം പറഞ്ഞു കൊടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞ് അവരോട് നേടാൻ നിൽക്കണ്ട, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്തിനാണ് നിർത്തുന്നത്? എന്തായാലും ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് 1 മാർക്ക് പോലും കുറയില്ലെന്ന് മാത്രമല്ല, അത്രയും കൂടി രക്തോട്ടം കൂടുമ്പോൾ മാർക്കൊരു 10 മാർക്ക് കൂടിയാലാ ഉള്ളൂ, അല്ലാണ്ട് കുറയില്ല, അതുറപ്പാണ്. അതെ അതെ, നമ്മൾ ഈ കലാതിലകമൊക്കെ ആകുന്ന കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ റിസൾട്ട് വരുമ്പോൾ നല്ല ഉയർന്ന മാർക്ക് ഉണ്ടെന്ന്. അമ്മവും കലാതിലകായിരുന്നു. അമ്മ ഏത് ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു? ഞാൻ എൻ്റെ 9th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ്. കാര്യം 10th വന്നപ്പോൾ ഞങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ്. ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഞാൻ കലാതിലകം, കോട്ടയം ജില്ലയുടെ ലാസ്റ്റത്തെ കലാതിലകമായിരുന്നു. 10ാം ക്ലാസ്സിലും എനിക്ക് ഡാൻസ് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയതാണ്. കുച്ചിപ്പുടി ആയിരുന്നു എനിക്കന്ന് കിട്ടിയത്. സ്റ്റേറ്റ് ഞങ്ങൾക്കന്ന് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഞാൻ കുച്ചിപ്പുടിയാണ് 10th എനിക്ക് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് കുച്ചിപ്പുടിയാണ്. എല്ലാ ഇനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കലോത്സവ രംഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൈസുകൾ എങ്ങനെ കിട്ടും, എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആക്കിയപ്പോൾ കലാതിലകം ആകുന്ന ആ ഒരു രീതി വരെ 8 ഇനങ്ങളായിരുന്നു. കലാതിലകം കിട്ടുമ്പോൾ എനിക്ക് 8 ഇനങ്ങളുണ്ട്. ഗ്രേഡിംഗ് സിസ്റ്റം വന്നപ്പോൾ ആ എണ്ണം ഗവൺമെൻറ് കുറച്ചു, 5 ഇനങ്ങളിൽ നിന്നാക്കി. അപ്പോൾ ഇനങ്ങൾ ഒന്നും കൂടി കുറഞ്ഞു. പിന്നെ കലാതിലകം ഇനങ്ങൾ എത്രയാക്കി എന്നുള്ളതല്ല, കലാതിലകം പോയി കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഇത്രയും ഏറെ ഇനങ്ങളുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഡാൻസും മോണാക്റ്റും മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കുച്ചിപ്പുടി മാത്രമാണ് എനിക്ക് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് ഞാൻ കളിച്ചത് ഈ പറഞ്ഞ കുച്ചിപ്പുടി ആർട്ട് ഫോമാണ് ഞാൻ 10th പഠിക്കുമ്പോൾ. പക്ഷേ എനിക്കത് ഡിസ്റ്റിങ്ഷന് മേലെ മാർക്കാണ് 10ാം ക്ലാസ്സിൽ. ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് കലോത്സവം കഴിയുമ്പോൾ ഏതാണ്ട് ജനുവരി പകുതി ഒക്കെ ആവും ഈ നമ്മളുടെ കലോത്സവം കഴിയുമ്പോൾ. പിന്നെ എത്ര മാസമുണ്ട്? ഈ നിസ്സാര മാസത്തിനുള്ളിൽ എനിക്കറിയാൻ കാര്യം ഞങ്ങൾക്കന്ന് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട്. ജനുവരി വരെ ഞാൻ നേരെ ചൊവ്വേ ക്ലാസ്സിൽ കയറിയതായിട്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. കാര്യം ഇത്രയും ഇനങ്ങളൊക്കെ പഠിക്കാനായിട്ട് കുറേ ക്ലാസ് മിസ്സായുണ്ട്. സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞിട്ട് 1.5 മാസം പഠിച്ചിട്ടാണ് ഈ പറയുന്ന ഡിസ്റ്റിങ്ഷന് മേലെയുള്ളൊരു മാർക്ക് എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ടൈമിൽ ഒരു ഡാൻസറിനെ, നല്ലൊരു ഡാൻസറിനെ സംബന്ധിച്ച് നല്ലൊരു അടിത്തറയുള്ളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, നല്ലൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ച് നന്നായിട്ട് ഡാൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ നന്നായി അത് ശ്രദ്ധിച്ചാൽ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അവർക്കൊരു വിഷയം പഠിക്കാനായിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ ഏതാണ്ട് സെറ്റാവും. നമുക്കത്ര സമയമൊന്നും വേണ്ട പഠിക്കാനായിട്ട്. അതൊരു ദൈവാനുഗ്രഹം പോലെയും അത് ആ കലയുടെ ഒരു ഗുണം പോലെയും നമുക്കത് ഉള്ളതാണ്. സോ ഞാനും 10th എല്ലാം പെർഫോം ചെയ്താണ് ഒരാൾ തന്നെയാണ്. അമ്മ അതുപോലെ ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, ഇപ്പം മുതിർന്നവരും ചെറുപ്പത്തിൽ ഇപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ പോയവർ, ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ചിലപ്പം പേരൻസിൻ്റെയൊക്കെ നിർബന്ധം കൊണ്ട് നിർത്തിക്കളഞ്ഞവർ, അവരൊക്കെ ഇപ്പോഴും വീണ്ടും ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഡാൻസ് പഠിക്കാനായിട്ട് വലിയ ആഗ്രഹത്തോടെ മുന്നോട്ട് വരുന്നവരുണ്ട്. അത് ചിലരെങ്കിലും ഒരു വ്യായാമം എന്ന രീതിയിൽ മാത്രമായിരിക്കും. പക്ഷേ ഡാൻസിനോടുള്ള അമിതമായ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം ഉള്ളിൽ കിടന്നിട്ട് പഠിക്കാൻ വരുന്നവരുമുണ്ട്. അമ്മുവിൻ്റെ അടുത്ത് അത്തരത്തിലുള്ള സ്റ്റുഡൻസ് ഒക്കെ എത്താറുണ്ടോ? ഉണ്ട്. എൻ്റെ ഏറ്റവും നല്ലൊരു സീനിയർ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എല്ലാവരും വിചാരിക്കുക എൻ്റെ അമ്മ ചെറുപ്പത്തിലേ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന്. ആൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഭരതനാട്യം, അങ്ങനെ ശാസ്ത്രീയമായ ഒരു നൃത്തം ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നത് എൻ്റെ അടുത്താണ്. ഞാനാണ് അമ്മയുടെ ആദ്യത്തെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ടീച്ചർ എന്ന് പറയുന്നത്. സാധാരണ നമ്മളെ കലാകാരന്മാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അമ്മയാണ് എൻ്റെ ഗുരു, അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്, നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും ഒക്കെ അമ്മയാണ് ഗുരു. ഇതിപ്പോ അമ്മുവിന്റെ അമ്മ പറയും നേരെ തിരിച്ചാ, മകളാണ് എൻ്റെ ഗുരു. എനിക്കും അഭിമാനിക്കാം. എൻ്റെ ഏറ്റവും സീനിയർ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് എനിക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും. അതങ്ങനെ ഒരു ആർട്ടിക്കിൾ നമ്മളുടെ ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തത്. ഡാൻസ് നൃത്തത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ അമ്മയും എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം മുതൽ അമ്മ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരാളേ അല്ല. സദർ അക്കാഡമി തുടങ്ങിയതിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടുമാണ്. സദർ തുടങ്ങിയപ്പോഴും അമ്മ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതിന് ശേഷമാണ് അമ്മ ക്ലാസ്സിൽ കയറിയത്. അപ്പോൾ അമ്മ അത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഒരു 50s അമ്മ ആ ഒരു ആർട്ട് ഫോം പഠിച്ച് തുടങ്ങുന്നത്.
സദർ തന്നെ 3.5 വയസ്സുള്ള കുട്ടിയുണ്ട്. എനിക്ക് തന്നെ എൻ്റെ അമ്മേനേക്കാളും സീനിയറായിട്ടൊരു സ്റ്റുഡൻ്റ് എനിക്കുണ്ട്. 65 വയസ്സുള്ള ഒരാളുണ്ട്. നൃത്തം എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. നൃത്തം എന്ന് പറയുന്നത് ഒരു എക്സർസൈസാണ്. നൃത്തം എന്ന് പറയുന്നത് ഒരു ദൈവികതയാണ്. ഇത് മൂന്നും കിട്ടും നൃത്തം വഴി. അതിന് പ്രായമല്ല വിഷയം, നമ്മളുടെ മനസ്സാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്ന് ചെറുപ്പം മുതൽ ആഗ്രഹമുണ്ട്. പല കാരണങ്ങളും കൊണ്ട്, ഇപ്പം ബോബി ചേച്ചി പറഞ്ഞ പോലെയാണ്, പല കാരണങ്ങളും കൊണ്ടും ചിലപ്പോൾ ഒരു സമയത്ത് നടന്നിട്ടുണ്ടാവില്ല. ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പം പ്രായം ഒരു വിഷയമായിട്ട് കരുതേ ചെയ്യരുത്. കാര്യം നൃത്തത്തിന് ഒരു അടിസ്ഥാനം കൊടുത്ത്, അല്ലെങ്കിൽ നാട്യശാസ്ത്രമാണ് നൃത്തത്തിൻ്റെ ഏറ്റവും ഹോളി ടെക്സ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അതിലെവിടെയും തന്നെ ഈ പ്രായത്തിലേ കളിക്കാൻ പാടുള്ളൂ, ഈ പ്രായത്തിലേ പഠിക്കാൻ പാടുള്ളൂ, ഈ പ്രായത്തിൽ ഈ നൃത്തം പഠിക്കൽ നിർത്തിയിട്ടുണ്ടാവണം എന്ന് എഴുതിയിട്ടില്ല. നൃത്തം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏതൊരു പ്രായത്തിലും പഠിക്കാനും കളിക്കാനും ഉള്ള ഒരു ആർട്ട് ഫോം തന്നെയാണ്. സോ അതിന് പ്രായം ഇല്ല. കല എന്ന് പറയുന്നതിന് പ്രായവും ഇല്ല.